ഈ ആധുനികത എന്ന് പറയുന്ന സാധനം, മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണിസം എന്ന് പറയുന്ന സാധനം, അതിപ്പോ കാക്കനാടന്റെ അതുപോലെ വിജയന്റെ ഈ പറയുന്ന മുഹൂർത്തന്റെ ഒക്കെ നോവലിലും ഒക്കെ വരുന്നു. അപ്പൊ അത് ഈ കേരളത്തിലെ മനുഷ്യരുടെ ജീവിതവും ഈ ആധുനിക ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന്റെ ഒരു ആശയതലത്തിൽ ബന്ധമില്ല. പക്ഷെ അത് ഇതിന്റെ ഒരു ബോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭൗതിക ലോകം കേരളം തന്നെയാണ്. അങ്ങനെ അവിടുത്തെ പേരൊക്കെ ആയിരിക്കും, രവി എന്നൊക്കെ ഇവിടുത്തെ പേര്. പക്ഷെ അതിന്റെ ഉള്ളിലിരിക്കുന്നത് ചിലപ്പം ചില ആശയങ്ങളിൽ അസ്തിത്വവാദം അങ്ങനെയുള്ള പാശ്ചാത്യ ആശയങ്ങളായിരിക്കും. പക്ഷെ ഈ നോവലുകളുടെ ഒരു പ്രത്യേകത, ഈ മനുഷ്യര് ഈ നോവലിലെ കഥാപാത്രങ്ങൾ പഴയ നോവലിലെ പോലെ റിയാലിറ്റി ഉള്ള മനുഷ്യരല്ല. ഇവരെവിടുന്നോ പ്രത്യക്ഷപ്പെടുന്നു, എവിടുന്നോ മാഞ്ഞു പോകുന്നു. അല്ല ഇവരാരാണ് ഇവർ ചോദിക്കുന്നു. ഈ പ്രശ്നം പൊതു സമൂഹത്തിലെ വ്യക്തികളുടെ പ്രശ്നമായിരുന്നു. ഇല്ല, നമുക്കൊരു അത്ഭുതം ഉണ്ടാക്കുന്നുള്ള പ്രശ്നമാണ്. നമുക്കിത് കേൾക്കും ഭയങ്കര രസമില്ല. എന്താ മനുഷ്യന്റെ ജീവിതത്തിൽ മാജിക് ആയിട്ട് കാണുന്നു. ഈ മാജിക് വലിയ ഇഷ്ടമാണ്. മാജിക്കിലുള്ളതുപോലെ വരുന്നു പോകുന്നു, അതിനൊരു യുക്തിയൊന്നുമില്ല. ഇപ്പൊ കസാക്കിലെ രവി ഒരു ദിവസം ഏതോ ഒരു എവിടുന്ന കൃത്യം പറയുന്നില്ലല്ലോ. നമ്മൾ സാധാരണ നോവലെഴുതുമ്പോൾ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, ഒരു തകഴിയുടെ നോവലാണ് ഇന്നൊരു സ്ഥലം, അവിടെ ജീവിക്കുന്ന നല്ല വേരുറപ്പുള്ള മനുഷ്യർ. പക്ഷെ ഇതങ്ങനെ നല്ലല്ലോ. ഇത് എവിടുന്നോ വരുന്ന മനുഷ്യൻ എവിടുന്നോ എന്നിട്ട് അതാ മരിച്ചു പോകുന്നു, ഒരു ബന്ധമില്ലാതെ മരിച്ചു പോകുന്നു. പാമ്പ് കടിച്ച് മരിച്ചു പോകുന്നു. പാമ്പ് കടിച്ചാൽ മനുഷ്യരൊക്കെ പോകും, പക്ഷെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പിന്നെ അജ്ഞാത താരവര അങ്ങനെയുള്ള നോവലുകളൊക്കെ. കാക്കനാളന്റെ നോവല് വേശ്യാലയത്തിൽ പോയിട്ട് വേശ്യയുടെ പാവാട എടുക്കൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത, ഈ മനുഷ്യർക്ക് ഒരുതരം തിന്മ നിറഞ്ഞ ലോകത്തോടും അതുപോലെ അത്ഭുതകരമായ ലോകത്തോടും ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് നമുക്കുണ്ടല്ലോ. മനുഷ്യന് നന്മയേക്കാൾ കൂടുതൽ താല്പര്യം തിന്മയോടാണ്. പക്ഷേ ആ കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത MT വാസുദേവൻ നായരുടെ കൃതികളാണ്. കാലവും നാലോട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അല്ല പൊതുവെ ആൾക്കൂട്ടം വായിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷേ അതിനകത്ത് പറയുന്നൊരു ലോകമുണ്ടല്ലോ, അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് നായർ തറവാടുകളിലെ ഒറ്റപ്പെടുന്ന പുരുഷന്മാർ ഇങ്ങനെ ജീവിക്കാൻ ശേഷിയില്ലാതെ ഞാൻ പോവുക എന്ന് പറഞ്ഞ് നാട് വിട്ടിങ്ങനെ പോകുന്ന നായന്മാരെന്ന് നമുക്ക് അറിഞ്ഞില്ല. നമുക്ക് നായന്മാരെന്നോ നമ്പൂതിരിമാരെന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ. അവരൊക്കെയാണ് മനുഷ്യർ. നമ്മളിത് അവരുടെ കഥകൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്കല്ലാതെ അവരുടെ ജാതിയോ മതമോ നമ്മുടെ വിഷയമല്ല. ഓക്കെ. അവരുടെ കഥകളെ ഉള്ളൂ, ലഭ്യമായത് അതല്ലേ ഉള്ളൂ, നമ്മളത് വായിക്കുന്നു. പിന്നെയാണ് ഇതിനകത്തെ പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കുന്നത്. അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അല്ല ഈ തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് അവർക്കുള്ള തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ. അല്ലാതെ തൊഴിൽ ചെയ്യുന്നുണ്ടല്ലോ, കൃഷി ചെയ്യുന്നുണ്ട്. അല്ല, അവരുടെ തൊഴിലില്ലായ്മ എന്നുകൊണ്ട് അവർ കൂലിപ്പണി ചെയ്യല്ലോ. അപ്പോൾ അതാണ് അവരുടെ തൊഴിലില്ലായ്മ. കൂലിപ്പണിയാണ് എല്ലാവർക്കും തൊഴിലുണ്ട്, എന്തെങ്കിലും തൊഴിലില്ലാതെ ആരും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു തൂമ്പാടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നോക്കി ഇളക്കിയോ ചെയ്യാം. പക്ഷെ ഇവരുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃത്യമായ തൊഴിൽ കണ്ടെത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊഴിലില്ലായ്മ വരും. അതെന്നും അങ്ങനെയാണ്. PJ ആന്റണി അഭിനയിച്ച സിനിമയിൽ എന്താണ് പള്ളി കാൽച്ചിലമ്പും ആ നോവലാണല്ലോ, മറ്റേത് മനസ്സിലായി. അതിനകത്ത് ഒരു കഥ സുകുമാരൻ അഭിനയിക്കുന്ന പടം. അത് അയാളിങ്ങനെ ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ അമ്പലത്തിലെ വെളിച്ചപ്പാടാണ്. PJ ആന്റണി വെളിച്ചപ്പാടാണ്. അമ്മ വേശ്യാവൃത്തിയിലേക്ക് പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു അതിനകത്ത് തീരുന്നു. അവസാനം ഇയാൾ അവിടെ വിട്ടങ്ങ് പോവുകയാണ്. ഈ ഒരു പ്രശ്നം ഈ പറയുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ബഹുജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ലോകമില്ലല്ലോ വാസു. അതിനകത്ത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പം കോളേജിൽ അധ്യാപനമാവുള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തൊഴിലില്ലായ്മ വരും. ഈ തൊഴിലില്ലായ്മ നമ്മൾ പറയുന്നത് നമ്മളൊരു പ്രത്യേക തൊഴിലിനെ ബേസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. ഇപ്പൊ കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് ആൾക്കാർ പറയും. ഉണ്ട്, തൊഴിലില്ലായ്മ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഏത് തൊഴിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിലില്ലായ്മയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിലില്ലല്ലോ. തൊഴിലുള്ളതുകൊണ്ടാണല്ലോ ബംഗാളിലൂടെ വരുന്നത്. അല്ല, നമ്മളൊരു സൂമ്പ എടുത്തോണ്ടിറങ്ങി കഴിഞ്ഞാൽ തൊഴിലല്ലേ ഉള്ളൂ. അതെ. തൊഴിലെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം തൊഴിലാ. അല്ലേ? ഇവിടെ എന്താ കേരളം മുഴുവൻ ഇങ്ങനെ ഓടയൊക്കെ വൃത്തികേടാക്കണം, ഒന്നും വേണേൽ നന്നാക്കാമല്ലോ, ഒന്നും തൊഴിലാണല്ലോ. അതൊക്കെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സങ്കല്പമാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ ആധുനികതയുടെ സങ്കടങ്ങൾ. ഇപ്പോൾ ONV കുറുപ്പിൻ്റെ ഒരു കവിത കൊച്ചു ദുഃഖം എന്ന് പറയുന്ന കവിത, ചോറ്റും പാത്രത്തിൽ നിന്നും കപ്പ താഴെ പോയി. അത് വലിയ ദുഃഖമായിട്ട് ONV കുറുപ്പ് എഴുതുകയാണ്. ഇത് ഈ കപ്പ താഴെ പോയി അല്ലെങ്കിൽ കപ്പ പാത്രത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് സത്യത്തിലൊരു ഉള്ളായ്മയല്ല, അല്ലെങ്കിൽ ഇല്ലായ്മയല്ലല്ലോ.
പക്ഷെ അത് അവരുടെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു സമൂഹത്തിന് മാത്രം അല്ല അതിപ്പോ ദുഃഖമല്ലേ? ഇന്നത്തെ കാലത്താണ് കപ്പ താഴെ പോകുന്നതിൽ കപ്പ എടുത്തിട്ട് ഓടികളെ ആൾക്കാർ, കാരണം കപ്പ കിട്ടാനില്ല. അല്ലെ കപ്പ ഇന്നൊരു ഡെലീഷ്യസ് ഫുഡാണ് ഓക്കെ ഓക്കെ അല്ലേ? ഈ നമ്മൾ ഒരു കാലത്ത് വളരെ ദുഃഖമായി വായിക്കുന്നത് വേറൊരു കാലത്ത് നമുക്ക് ചിരി ഉണ്ടാക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പൂച്ചന്റെ കപ്പ താഴെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം. എവിടെ കിട്ടി കപ്പ എന്ന ഞാനൊരാണ് ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ ക്ലാസ് റൂമിൽ ഒരു കുട്ടി അത് ഏറ്റവും സമ്പന്നമായ ഒരു കുട്ടി പാത്രം തുറന്നിട്ട് കപ്പ പാത്രത്തിൽ എന്നാൽ എന്താ കുഴപ്പം സാരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കവിത തന്നെ റെഡായി പോകും. അല്ല അത് കാശുള്ളവർ എന്ത് ചെയ്താലും നല്ലതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ കാശുള്ളവർ മേഞ്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നാളെ എല്ലാവരും മേഞ്ചിട്ട് തിന്നും. അതാണല്ലോ വലിയ ഹോട്ടലുകളിൽ എത്തനിക്ക് ഫുഡ്. നമ്മളിപ്പോ കോഴിയൊക്കെ ചുട്ട് തിന്നുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതല്ലേ നമ്മളെ പണ്ട് ചെയ്തോണ്ടിരുന്നത്. വേറെ രീതിയിലേക്ക് വരുമ്പോഴേ അല്ല ഞാൻ ചോദിച്ചു വരുന്നത് ഈ ആധുനികതയുടെ ആ ഒരു ഈ പറയണ എന്താണ് അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത്. ഈ അസ്തിത്വ ദുഃഖം എല്ലാം തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ. പക്ഷെ തൊഴിലില്ലായ്മ ആർക്കാണെന്ന്, അടിസ്ഥാന സമൂഹങ്ങൾക്ക് തൊഴിലില്ലായ്മ ഇല്ലെന്നേ. അവർ തെങ്ങ് കയറാനോ കൂലിപ്പണിക്കോ ഒക്കെ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് കേമമായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, മറ്റൊരു പണി ചെയ്യല. അവർക്ക് ജാതിയുടെ ഒരു മേൽക്കോയ്മ കാരണം തൊഴിലെടുക്കാൻ ചമ്മലാണ്. അല്ല ഇവിടുന്ന് പോകണം. അതല്ലേ പിന്നീട് ഉണ്ടായ മാറ്റം എന്ന് പറയുമ്പോൾ ഗൾഫ് ഉണ്ടായി. അപ്പൊ അവിടെ ഒട്ടകത്തെ നോക്കാനൊക്കെ പോവല്ലേ ആൾക്കാർ. അവിടെ പോയി നോക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ചെയ്യാനാണ് പ്രശ്നം. ഇവിടെ ചെയ്യുന്നത് ജാതിയിൽ താണ സംഭവങ്ങളാണ്. ഇന്നിപ്പം നമ്മൾ വിദേശത്തേക്ക് പോകുന്നു, ആ സ്ഥലം നമ്മൾ പോകുന്നിടത്ത് ഒഴിയുമല്ലോ. അപ്പൊ നിങ്ങളിരുന്ന ബെഞ്ച് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പം, നിങ്ങളിരുന്ന കസേര നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടായി, അവിടെ വേറെ ആളൊന്നിരിക്കും. അതുപോലെയാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പം ബംഗാളികളോ അല്ലെങ്കിൽ ആസാംകാരൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം അതാണ്.